നീതിന്യായ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു. പക്ഷേ ജനകീയ കോടതിയിൽ നിന്നോ ജാമ്യം ലഭിച്ചില്ല എന്നതിൻ്റെ പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. നീതിന്യായ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത് സാങ്കേതികമാണ്. അത് ശരിയോ തെറ്റോ എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ തന്നെ കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ജനങ്ങളുടെ കോടതിയുണ്ട്, ജനകീയ കോടതിയുണ്ട്. ജനങ്ങളുടെ കോടതിയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത പാലക്കാട് നിന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഫ്ളാറ്റ് ഒഴിയണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ടീസ് നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിൽ താമസിക്കുന്നത് മറ്റുള്ളവർക്ക്, മറ്റു താമസക്കാർക്ക് വലിയ ശല്യമാകുന്നു എന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്താണ് ശല്യം? 2-3 തരത്തിലുണ്ട്. ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥർ നിരന്തരം ഫ്ളാറ്റിലെത്തുകയും ഫ്ളാറ്റ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ ജനങ്ങൾക്ക്, അവിടെ താമസിക്കുന്നവർക്ക് ഒക്കെ ബുദ്ധിമുട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസാണ് വരുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ പരിശോധന നടക്കുന്നില്ല. കാരണം ജാമ്യം കിട്ടിയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പരിശോധനയുണ്ടാകില്ല. പക്ഷേ തെളിവെടുപ്പിൻ്റെ ഭാഗമായി പരിശോധന ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് അസോസിയേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ കൂടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിലെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ കൂടെ ഫ്ളാറ്റിലെത്തുന്നുണ്ട്. ഫ്ളാറ്റിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, യോഗങ്ങൾ നടക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, പലവിധ ചർച്ചകൾ നടക്കുന്നു. എന്ന് വെച്ചാൽ പകലും രാത്രിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിൽ നിരന്തരം ആളുകൾ വന്നും പോയും കൊണ്ടേയിരിക്കുന്നു. അതും സമീപവാസികൾക്ക്, എന്ന് വെച്ചാൽ തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വലിയ ശല്യമായി മാറുന്നു എന്നാണ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഫ്ളാറ്റ് ഒഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എവിടത്തേക്ക് മാറും? പുതിയൊരു സംവിധാനം ഉണ്ടാകുന്നതുവരെ താമസിക്കാൻ അവസരം നൽകണമെന്ന് അസോസിയേഷനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ നോട്ടീസിൽ തീയതി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഒഴിയണമെന്ന ഉറച്ച നിലപാടിലാണ് അസോസിയേഷൻ ഭാരവാഹികൾ. പകരം താമസിക്കാനുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഒരു വീട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അറിയുന്നത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല. ആവശ്യം പോലെ പണമുണ്ട്. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഉള്ളത്. വൻ റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും കാലം സംരക്ഷിച്ചത്, ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് എന്ന് മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. വൻകിട റിസോർട്ടുകളിലാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ വൻകിട റിസോർട്ടുകളിൽ ഒരു ദിവസം 1 ലക്ഷവും 2 ലക്ഷവും രൂപയൊക്കെ താമസിക്കാൻ ചെലവ് വരുന്ന റിസോർട്ടുകളിൽ ഒളിവിൽ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് സഹായിക്കുന്നത്? ഇത്രയും പണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ആ ചർച്ചകളൊക്കെ ഇനിയും നടക്കണം. അപ്പോഴാണ് മലയാള മനോരമയിൽ വന്ന വാർത്താ ശ്രദ്ധയിൽപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നത്? വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നാം ആലോചിച്ച് നോക്കണം. ചെറുപ്പക്കാരനാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഈ ചെറുപ്രായത്തിൽ തന്നെ വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആളായി മാറുക എന്ന് വെച്ചാൽ എവിടെ എത്തി നിൽക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയം? എവിടെ എത്തി നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ? ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിനകത്ത് തന്നെ ആളുണ്ട്. KC വേണുഗോപാൽ മുതൽ സണ്ണി ജോസഫ് മുതൽ താഴോട്ട് ഷാഫി പറമ്പിൽ വരെയുണ്ട്. സംരക്ഷിക്കാൻ, എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ. എന്തുകൊണ്ട്? പണമുണ്ട് കയ്യിൽ. പണം ഉപയോഗിച്ച് വിലക്കെടുക്കുകയാണ് കോൺഗ്രസിനെ തന്നെ എന്ന് പറയേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഒരു കാര്യം ഉറപ്പാണ്, നീതിന്യായ കോടതി ജാമ്യം അനുവദിച്ചു എങ്കിലും ജനകീയ കോടതിയിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഫ്ളാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഫ്ളാറ്റ് അസോസിയേഷൻ നൽകിയ നോട്ടീസ്.